രാഹുൽ ഗാന്ധിക്കൊന്നും വരുത്തരുതേ ഭഗവാനെ, ഇങ്ങനെ തന്നെ അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണേ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉത്കണ്ഠയും യാതൊരു ആശങ്കയും ഇതിനകത്തില്ല. ശ്രീ യുവരാജ് ഗോകുൽ, അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊരു ഉത്കണ്ഠ ബി ജെ പിക്ക് ഉണ്ടോ? കാരണം ഒരു രാജ്യത്തെ ഒരു പ്രതിപക്ഷ ശക്തിയായി കോൺഗ്രസ് നിലകൊള്ളണം എന്ന് തന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ശരിയാണ്, രാഹുൽ ഗാന്ധിയുടേതായ കാരണങ്ങൾ ഉണ്ടാകും. അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മറച്ചു വെച്ചുകൊണ്ട് തന്റെ എംപിമാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ സമരം ചെയ്യുമ്പോൾ അതിന് അദ്ദേഹത്തിന്റേതായ കാരണങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ വാർത്ത ചോരുമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അത് ഇന്റലിജൻസിലേക്ക് കിട്ടുമെന്നോ അവരെ അവിടെ എത്തുന്നതിന് മുമ്പ് തടയുമെന്നോ അദ്ദേഹത്തിന്റേതായ കാരണങ്ങളുണ്ടാകും. പക്ഷെ അദ്ദേഹം എത്രത്തോളം ചെറിയ മനസ്സിനുടമയാണ് എന്നുള്ള കാര്യം തെളിയിക്കുന്നത് മറ്റൊന്നാണ്. കാരണം ഇങ്ങനെയാണ് തങ്ങൾ ഇവരെ കൊണ്ടുവന്ന് ഇവിടെ സമരം ചെയ്തത് എന്ന് പറഞ്ഞ് അത് രാഹുലിന്റെ എന്തോ മിടുക്കാണെന്ന് പറഞ്ഞ് PR ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എംപിമാർക്കും കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ചിലപ്പോൾ അങ്ങനെയായിരിക്കും അവരെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പൊ ഖാർഗെയുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് സമരത്തിൽ പെടുത്തിയതാണ്. സംഭവം ശരിയാണ്. പക്ഷെ ഈ സാധനം ഒരിക്കലും ഇവർ പുറത്തു പറയരുതായിരുന്നു. ഇവരെന്തിനാ ഇത് പുറത്തു പറഞ്ഞത്? രാഹുൽ ഗാന്ധി ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള സ്ട്രാറ്റജിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു PR പടം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നോക്കൂ, സ്വന്തം പാർട്ടി അവിടെ ഒറ്റുകൊടുത്തു, സ്വന്തം പാർട്ടിയുടെ നേതാക്കളെ ഒറ്റുകൊടുത്തു, രണ്ടോ മൂന്നോ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ ഒറ്റുകൊടുത്തു, അല്ലെ? സ്വന്തം പാർട്ടിയുടെ MPമാരെ ഒറ്റുകൊടുത്തു. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരു നേതാവ് എങ്ങനെയാണ് ഈ നേതാവിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവുക, വിശ്വാസം ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്കൊന്നും വരുത്തരുതേ ഭഗവാനെ, ഇങ്ങനെ തന്നെ അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണേ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉത്കണ്ഠയും യാതൊരു ആശങ്കയും ഇതിനകത്തില്ല. ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ ഉണ്ടാകേണ്ടത് കോൺഗ്രസിന്റെ നേതാക്കൾക്കാണ്. കാരണം ഏത് സമയത്തും നിങ്ങൾ ഇതുപോലെ നാണം കെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ നേതാവിനാൽ തന്നെ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടും നിങ്ങളിത് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, നിങ്ങളെ കേക്ക് കെട്ടിയാനെന്ന് പറഞ്ഞ് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ MPമാർ അതുവഴി ഒളിച്ചോടുമെന്നും ഒക്കെ ഉള്ള ഒരു ഇംപ്രഷൻ പബ്ലിക്കിന്റെ മുമ്പിൽ ഉണ്ടാക്കി കൊടുക്കാനാണ് നിങ്ങളുടെ നേതാവിനെ കൊണ്ട് സാധിക്കുക എന്നുള്ളത് കൊണ്ടും ശരിക്കും ഉത്കണ്ഠയും ആശങ്കയും ഉണ്ടാകേണ്ടത് അങ്ങേക്കും അങ്ങയുടെ പാർട്ടിക്കുമാണ്.